ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ സ്വിക്ക് എടുത്തിട്ട് കുറച്ച് ദിവസങ്ങളായി. വേറെ ഒന്നുമല്ല, നമ്മൾ സ്വിക്കിൻ്റെ എയർ സസ്പെൻഷൻ്റെ റിലേ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിലേ പോയി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കംപ്രസർ ഫുൾ ടൈം ഓണായി കിടക്കായിരുന്നു. അതായത് സ്വിച്ച് ഓഫ് ചെയ്താലും ഓഫ് ആവില്ല, കീ ഓഫ് ചെയ്താലും കംപ്രസർ ഓഫ് ആവില്ല. അങ്ങനെ ഞാൻ എന്താക്കി, ഞാൻ അതിൻ്റെ കണക്ഷൻ ഡയറക്റ്റ് ബാറ്ററിയിൽ കണക്ഷൻ കൊടുത്തിട്ട് ഒരു ഫ്യൂസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കണക്ഷൻ വലിച്ചിട്ടേക്കായിരുന്നു. എവിടേക്കെങ്കിലും പോകാനാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ കണക്ഷൻ കൊടുത്തിട്ട് കംപ്രസർ ഫുള്ളായി കഴിഞ്ഞാൽ വണ്ടി പൊക്കിയിട്ട് പോകാറാണ് പതിവ്. ഓക്കെ, ഞാൻ 2 ദിവസം വണ്ടി എടുത്തുള്ളൂ, പിന്നെ കുറച്ച് ദിവസം വണ്ടി എടുത്തില്ലേ കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ട്. സോ ഇന്ന് നമുക്ക് ഫ്രീ കിട്ടിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ അത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതുപോലെ തന്നെ നമ്മുടെ റെസിനേറ്ററിൻ്റെ സൗണ്ട് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, അത് ക്ലിയർ ആക്കണം. പിന്നെ വണ്ടിക്ക് ഒരു ചെറിയൊരു കുടച്ചിലും ഉണ്ട്, അതും ക്ലിയർ ആക്കണം. അപ്പോൾ അത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. നമ്മൾ നേരെ സിബിയുടെ വർക്ക്ഷോപ്പിലേക്കാണ് പോകുന്നത്. അവിടെ പോയിട്ട് ഫുള്ള് കംപ്ലീറ്റ് ക്ലിയർ ആക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ബാറ്ററിയിൽ കണക്ഷൻ കൊടുത്തിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് ഞാൻ ഒരു 2 ദിവസം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ എടുക്കുന്നുണ്ട്. ഈ സൈഡിലാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. വണ്ടി ഇപ്പോൾ ഫുള്ള് ഡ്രോപ്പായിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കീ ഓൺ ആക്കിയിട്ട് കംപ്രസറിൻ്റെ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ ഓണാവില്ല. നമ്മൾ ബോണറ്റ് ഓപ്പൺ ആക്കിയിട്ട് ബാറ്ററിയിൽ ഡയറക്റ്റ് കണക്ഷൻ കൊടുക്കണം. പിന്നെ വണ്ടി ആ കച്ചറായിട്ട് എടുക്കണം. കുറച്ച് ദിവസം എടുത്തിട്ട് അതിൻ്റെ പൊടിയും കാര്യങ്ങളും കൊണ്ട് പൂച്ചയൊക്കെ കയറി ആ കലമ്പാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സൈഡിൽ കുറച്ച് വെളിച്ചം കുറവാണ്, ഒന്ന് അഡ്ജസ്റ്റ് ആക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വണ്ടി ആകെ കച്ചറായിട്ട് കിടക്കുകയാണ്. പിന്നെ ഞാൻ അന്ന് ആ വീഡിയോ ഇട്ടതിന് ശേഷം പിള്ളേർ എഴുതണ പരിപാടി, ബോഡിയുമ്പോൾ എഴുതണ പരിപാടി നിർത്തിയിട്ടാ. നിങ്ങൾക്ക് ഗ്ലാസിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, നല്ല പറഞ്ഞ അൻസനുള്ള പിള്ളേരാണ്. എന്നാലും കുഴപ്പമില്ല, ഗ്ലാസിൻ്റെ മുകളിലല്ലേ, അതുകൊണ്ട് വലിയ വള്ളിയില്ല. അപ്പോൾ നമ്മൾ വണ്ടി ഇപ്പോൾ കീ ഓണാക്കിയിട്ട് കീ ഓണാക്കി. ഇതാണ് നമ്മുടെ കംപ്രസറിൻ്റെ സ്വിച്ച്. കണ്ടോ, ഇത് ഓണാക്കുമ്പോഴും ഓഫാക്കുമ്പോഴും ഒന്നും വർക്ക് ചെയ്യുന്നില്ല, കീയിലും വർക്ക് ചെയ്യുന്നില്ല. ഇനി അത് വർക്ക് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബോണറ്റ് ഓപ്പൺ ആക്കിയിട്ടാണ്. കീ ഇപ്പോൾ നമ്മൾ അയച്ചു വെച്ചു. ബോണറ്റ് ഓപ്പൺ ആക്കിയിട്ട് വേണം നമുക്ക് കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് ഇതാണ് നമ്മുടെ എയറിൻ്റെ കൺട്രോൾ വരുന്നത്. സി, ഇത് നമ്മൾ ബാറ്ററിയിൽ കണക്ഷൻ കൊടുത്ത് ഡയറക്റ്റ് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഇപ്പോൾ കംപ്രസർ ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കീ കണക്ട് ചെയ്തിട്ടില്ല കേട്ടോ. കീ കണക്ട് ചെയ്യാതെയാണ് കംപ്രസർ വർക്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സൗണ്ട് കേട്ടോ, ഇത് കീ ഇരിക്കുന്നു ഇവിടെ, കണക്ട് ചെയ്തിട്ടില്ല. ഇത് കംപ്രസറിൻ്റെ സ്വിച്ചാണ്, ഇത് ഓഫ് ചെയ്തു. കണ്ടോ, ഓഫ് ആവണില്ല. അപ്പോൾ അതാണ് അവസ്ഥ. അപ്പോൾ ഇനി അത് പോയിട്ട് ക്ലിയർ ആക്കണം. അതാണിപ്പോൾ നമുക്ക് മെയിനായിട്ട് ആ റിലേ മാറ്റാനാണ് നമുക്ക് മെയിനായിട്ടുള്ളത്. റിലേ നമ്മൾ മേടിക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള തന്നെ കിട്ടണം. അത് കിട്ടാനില്ല, അവിടെ കുറേ അന്വേഷിച്ചു, കിട്ടാനില്ല. മുന്നേ നമ്മൾ മാറ്റിയിട്ടുണ്ടാകുന്ന ഒരു പ്രാവശ്യം, പക്ഷെ അത് കുറച്ച് കുറഞ്ഞ ക്വാളിറ്റിയാണ്. നല്ല ക്വാളിറ്റി ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം കാലം നിൽക്കും. അപ്പം അങ്ങനെ പോയതാണ് കേട്ടോ. അത് ഇപ്പോൾ മാറ്റിയത് കുറഞ്ഞ സാധനം ആയതുകൊണ്ട് പോയതാണ്. നല്ല സാധനം. ഇനി അത് കുന്നോളത്തുണ്ടാവും, കുന്നോളത്ത് പോയിട്ട് അന്വേഷിച്ചിട്ട് അത് മേടിച്ചിട്ട് അത് ക്ലിയർ ആക്കണം. പിന്നെ റെസിനേറ്റർ ക്ലിയർ ആക്കണം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ഈ വീല് സെയിലിന് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് സെയിലായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ എനിക്ക് തോന്നുന്നത് ലാസ്റ്റത്തെ വീഡിയോ ആയിരിക്കും വീല് ഇട്ടിട്ടുള്ള വ്ളോഗ്, ലാസ്റ്റത്തെ ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ വീല്. നല്ല കിടിലൻ വീലായിരുന്നു. പിന്നെ എപ്പോഴെങ്കിലും ഒരു ചേഞ്ചൊക്കെ വേണ്ട. ഫുൾ ടൈം ഇങ്ങനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് മാറ്റണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ എടുത്തിട്ടുള്ളത് നമ്മുടെ എന്താ പറയുക, ഇപ്പോൾ എടുത്തിട്ട് വീല് സർപ്രൈസ് ആയിട്ട് കിടക്കട്ടെ. ഓക്കെ, അത് ഞാൻ ഇനി വരുമ്പോൾ കാണിച്ചു തരാം. അപ്പം അതിൻ്റെ റീൽസും കാര്യങ്ങളും വരും, വ്ളോഗും കാര്യങ്ങളും വരും. അതിന് വേണ്ടി വെയിറ്റ് ചെയ്തോ. പിന്നെ വണ്ടി പൊക്കിയിട്ട് നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. അപ്പോൾ കാഴ്ച നമ്മൾ വണ്ടി എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്, പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം നമ്മൾ സിബിയറിൻ്റെ അവിടെ എത്താനായി. ഓക്കെ, അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ആദ്യം ആ കുടച്ചൽ ക്ലിയർ ആക്കണം. അത് ചെക്ക് ചെയ്യുമ്പോഴേക്കും സൈലൻസർ ഒന്ന് ഫുള്ള് കംപ്ലീറ്റ്ലി ചൂടാറാനുണ്ട്. അത് ചൂട് പോയതിന് ശേഷമാണ് നമുക്ക് സൈലൻസർ ഇറക്കാൻ പറ്റുള്ളൂ. സൈലൻസർ ഇറക്കിയിട്ട് അതും ക്ലിയർ ആക്കണം. വേറെ എവിടെയെങ്കിലും ലീക്ക് ഉണ്ടെങ്കിൽ അതും ക്ലിയർ ആക്കണം. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി. അതിനുള്ളിൽ നമുക്ക് റിലേ മേടിച്ചോണ്ടിരാ. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തീർക്കാട്ടോ. അയ്യോ, എന്ത് പറ്റി? ആക്സിഡൻറ്റ്. ആ സൈഡ് മൊത്തം പോയിട്ടാ. സീൻ കണ്ട സൗണ്ടൊക്കെ ആകെ മാറിക്കണം കേട്ടോ. പൊട്ടൊക്കെ കുറഞ്ഞു. ആ വലിയ പൊട്ടിൻ്റെ കനം കൂടി. ചെറിയ ഇങ്ങനെ പൊട്ടി ഇങ്ങനെ പോയായിരുന്നില്ലേ, ആ പൊട്ടിൻ്റെ കനം കുറഞ്ഞു. ആ ഒരു രസമില്ലാത്ത പൊട്ടായി.
പിന്നെ വലിയ പൊട്ടും ഭയങ്കര അലമ്പത്, ഭയങ്കര ശബ്ദമാണ്. നമുക്ക് പിന്നെ അങ്ങനത്തെ ഇഷ്ടമല്ല. നമുക്ക് വലിയ ഓവറായിട്ട് പൊട്ടിയിട്ട് ഇങ്ങനെ ആൾക്കാരെ പേടിപ്പിക്കും വേണ്ട, ചെറിയൊരു പൊട്ട്. നമ്മളുണ്ടോ പൊട്ട് അങ്ങനെ ഒരു പൊട്ടുണ്ടോ, അങ്ങനെ ഒരു പീസ്ഫുൾ പൊട്ട് എന്നൊക്കെ അറിയില്ലേ, അതേപോലെ. പിന്നെ ആ ഒരു മെയിനായിട്ട് അങ്ങനെ പിടിപിടിക്കുന്നുണ്ട് പൊട്ടണമല്ലോ, അതാണ് ഹൈലൈറ്റ് സാധനം. പിന്നെ ഷിഫ്റ്റിങ്ങിൽ പൊട്ടണതും അതും വലിയ കാനുള്ള പൊട്ടല്ല, ചെറിയൊരു പൊട്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ കേൾക്കാനും നല്ല രസമുണ്ട്, എന്നാൽ ആൾക്കാരെ ഓർപ്പിക്കണില്ല. ഇതിപ്പോൾ ഭയങ്കര അലമ്പായിക്കണു, അതിനാണ് ക്ലിയർ ആക്കണത്. റെസിനേറ്റർ നമുക്ക് പഴയ പോലെ തന്നെ ആക്കി എടുക്കണം. ഉള്ളിൽ ആ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കിയിട്ട് നമുക്ക് പഴയ പോലെ തന്നെ ആക്കി എടുക്കണം. കാരണം അത് ക്ലീൻ ആക്കിക്കൊണ്ട് കാര്യമില്ല. ക്ലീൻ ആക്കി കഴിഞ്ഞാൽ ഇതിനേക്കാൾ അലമ്പ് ശബ്ദമാവും, ആ പൊട്ട അങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യും. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള കനുള്ള പൊട്ടില്ല, അതങ്ങനെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ അത് നമുക്ക് ആ ഒരു പഴയ ഒരു സ്മൂത്ത് പൊട്ടിലേക്ക് തന്നെ എത്തിക്കണം, അതാണ് നമ്മുടെ പരിപാടി. പോയേക്കാം, സിബിയുടെ അവിടെ പോയിട്ട് നോക്കാം എന്താ ചെയ്യേണ്ടതെന്ന്. ഓൾമോസ്റ്റ് നമ്മൾ സിബിയുടെ അവിടെ എത്തി. ഇതാ കാണുന്നതാണ് സിബിയുടെ കുക്ക് ഷോപ്പ്, മെക്ട്രൻസ്. നല്ല വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം എല്ലാ പ്രീമിയം കാഴ്സും ഇവിടെ കണ്ട എടുക്കുന്നുണ്ട്. പഴയ X1 രണ്ടെണ്ണമൊക്കെ എടുക്കുന്നുണ്ട്. LC, ലെക്സസ്, പ്രാഡോ എടുക്കുന്നുണ്ട്. A6 ഉണ്ട്, A4 ഉണ്ട്, കുറേ വണ്ടികളുണ്ട്. 124 ഉണ്ട്. പുതിയൊരു സിവിക്ക് എടുക്കണല്ലോ, ലിഫ്റ്റിൻ്റെ മുകളിൽ. C-Class ഉണ്ട്, വോൾവോ ഉണ്ട്, എല്ലാ വണ്ടികളും ഉണ്ട് കേട്ടോ. പിന്നെ ഓൾമോസ്റ്റ് എല്ലാ ദുബായ് വണ്ടികളും ഇവിടെയാണ് വർക്ക് എടുപ്പിക്കാറ്. കാരണം മച്ചാനക്ക് ഭയങ്കര ഐഡിയ ആണ് കേട്ടോ, സിബിയേട്ടന് ഐഡിയപരമായിട്ട് പണിയിരിക്കുന്ന ഒരാളാണ്. പിന്നെ എന്താ പറയുക, കഴുത്തിറക്കണ പരിപാടിയില്ല, ഭയങ്കര എക്സ്പെൻസീവ് എന്നുള്ള പരിപാടിയൊന്നുമില്ല. മൂപ്പരെ രീതിയിൽ ചെറിയൊരു എമൗണ്ട് എല്ലാ വർക്കിനും. അത് പുറത്തൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും കേട്ടോ. ഇവിടെ വർക്ക് എടുത്തോട്ട് അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. വലിയ കാര്യമായിട്ടുള്ള പൈസ ഒന്നും മൂപ്പര് പിടിക്കില്ല, നല്ല വർക്കും കാര്യങ്ങളുമാണ്. എങ്ങനെയെങ്കിലൊക്കെ മൂപ്പര് തപ്പി കണ്ടുപിടിച്ച് തരും എന്താ കംപ്ലൈൻറ്റ് എന്ന്. അപ്പം എന്തായാലും മൂപ്പരൊന്ന് കണ്ടിട്ട് വണ്ടി ഒന്ന് ഓടിപ്പിക്കാനുണ്ട്, കുടച്ചൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അങ്ങനെയുള്ള ചില്ലറ പരിപാടി ഉണ്ട്. നമ്മൾ സിബിയുടെ അവിടെ വണ്ടി കൊണ്ടുപോയിട്ടിട്ട് നമ്മൾ തൃശ്ശൂർക്ക് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീൽസ് മറ്റേത് നമ്മൾ സെയിലാക്കിയിട്ടുണ്ട്. നമ്മുടെ വണ്ടിക്ക് പുതിയ വീൽസ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. വീൽസ് ബാക്കിലിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതിന് പോയിട്ട് നമ്മളിത് മാറ്റിയിട്ടിട്ട് നമ്മുടെ വീൽസ് എടുത്ത് പിള്ളേർക്ക് നമ്മൾ കൊടുക്കും. ഈ വീൽസ് കണ്ടിട്ട് പറയും, ഞാൻ അവിടെ എത്തിയിട്ട് ഞാൻ ഓപ്പൺ ആക്കിയിട്ട് കാണിച്ചു തരാം, എന്നിട്ടെങ്കിലും പറയും എങ്ങനെയുണ്ട്. എന്തായാലും വണ്ടി കിട്ടുമോ, എക്സൈറ്റഡ് ആണ്. കാരണം പുതിയൊരു ഐറ്റംസ് നമ്മുടെ വണ്ടിക്ക് വേണ്ടി എന്തും ആയിക്കോട്ടെ, ചെറിയ സാധനം ആയിക്കോട്ടെ വലിയ സാധനം ആയിക്കോട്ടെ, നമ്മൾ വണ്ടിക്ക് വേണ്ടി മേടിച്ച സാധനം നമ്മുടെ വണ്ടിയിൽ കയറി കഴിഞ്ഞ് കാണാൻ വേണ്ടിയിട്ട് വണ്ടി ഭ്രാന്തുള്ള ഒരാൾക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനും വെയിറ്റിംഗ് ആണ് അവിടെ എത്താൻ വേണ്ടിയിട്ട്. അവിടെ എത്തിയിട്ട് നമുക്ക് ഇട്ടിട്ട് നോക്കിയാൽ ഗായ്സ്, നമ്മളങ്ങനെ വീലൊക്കെ എടുത്ത് വന്ന് നമ്മൾ ടയർ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. വീല് ചേഞ്ച് ചെയ്യാനുള്ള പരിപാടിയിലാണ്. വീല് ഇപ്പോഴും ഞാൻ കാണിച്ചിട്ടില്ല, ഞാൻ കാണിച്ചു തരാം. ബോക്സ് അവിടെ ഉണ്ട്, ഞാൻ പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം. പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ വീല് അഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇവിടെ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വീലിന് ബൈ ബൈ. അപ്പോൾ അടുത്ത പണി ത്രെഡ് പോയിട്ടുണ്ട്. സോ ബോൾട്ടിൻ്റെ ത്രെഡ് ആയിരിക്കും, കാരണം മുന്നേ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു ആ ഒരു ബോൾട്ടിന്. സോ നമ്മൾ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വീല് ഞാൻ കാണിച്ചു തരാം. വീൽ അവിടെ ഉണ്ട് കേട്ടോ. വീല് ആ കൊണ്ടിരുന്നു വീല് എങ്ങനെയുണ്ട്? കൊള്ളാം. പഴയ വീലിൻ്റെ വൃത്തിയില്ലേ? പഴയ വീലിൻ്റെ വൃത്തിയില്ലല്ലോ. അയ്യോ ഗൈസ്, ഇതാണ് നമ്മുടെ വീല്. ഓക്കെ, പിന്നെ വേറൊരു കാര്യമുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച വീല് ആക്ച്വലി ഇതല്ലായിരുന്നു, നമ്മൾ വേറെയാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അത് ക്ലിയറൻസ് കിട്ടിയില്ല. വീല് അവിടെ നിന്ന് അയച്ചിട്ടുണ്ടായിരുന്നു പുറത്തുനിന്ന്, പക്ഷെ അതിൻ്റെ ക്ലിയറൻസ് കിട്ടാതായപ്പോൾ നമ്മൾ വേറെ വീലെടുത്താണ് കേട്ടോ തൽക്കാലത്തിന്. ഓക്കെ, അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇതിട്ടിട്ട് കുറച്ച് കാലം ഓടാം, എന്നിട്ട് നമുക്ക് അത് ക്ലിയറൻസ് കിട്ടി കഴിഞ്ഞാൽ അതെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. എന്തായാലും ഈ വീൽ ഇട്ടോക്കെ നമുക്ക് ഇങ്ങനെ വെച്ചാൽ അറിയില്ല, ഇട്ടോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഇട്ടിട്ട് ബാക്കിയാണ് ഗൈസ്. അപ്പോൾ ഓൾമോസ്റ്റ് ഫിക്സിങ് കാര്യങ്ങളൊക്കെ കഴിയാനായിട്ടുണ്ട്. 4 വീലും ഫിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ.
രാത്രി ആയതുകൊണ്ട് വലിയ കാര്യമായിട്ടുള്ള ലുക്കും കാര്യങ്ങളും ഇല്ല. ഞാൻ വണ്ടി താഴ്ത്തിട്ട് കാണിച്ചാൽ താഴ്ത്തിയിട്ട് അറിയാൻ പറ്റും എത്രതുകൊണ്ട് വൃത്തിയുണ്ടെന്ന്. ഓക്കെ, മറ്റേ വീട് തന്നെയായിരുന്നു വൃത്തിയിട്ടാ. നോക്കാം, നമുക്ക് താഴ്ത്തിട്ട് നോക്കി നോക്കാം എന്താ അവസ്ഥ. സോ ഗായ്സ്, നമ്മളെ കംപ്ലീറ്റ് ഫിക്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. നമ്മൾ വണ്ടി ഫിക്സിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഡ്രോപ്പ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. ഇതാണ് സൈഡ് വ്യൂ. ഇതിപ്പോൾ രാത്രിയാണ് എടുക്കുന്നത്. ഞാനിനി വർക്കെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് അത് കംപ്ലീറ്റ് ലുക്ക്. ഇങ്ങനെ കാണുമ്പോൾ ബ്ലാക്ക് വീൽസ് ആയതുകൊണ്ട് കാണുന്നില്ല. അപ്പോൾ ഇനി നാളെ വർക്കെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. വലിയ ഷോ. ഞങ്ങൾ ഇറങ്ങിട്ടാ. നമ്മളങ്ങനെ സിബിയുടെ വർക്ക്ഷോപ്പിൽ എത്തി. വണ്ടി ആയിട്ട് അവിടുന്ന് ടയർ മാറ്റിയിട്ട് എത്തിയ പാടെ തന്നെ എയർ ലീക്ക് ആവുന്ന സൗണ്ട് കണ്ടിട്ട് ഞാൻ നോക്കി നോക്കിയതാണ്. അടുത്തൊരു പണി കിട്ടിയിട്ടുണ്ട്. ടയറിൻ്റെ എഡ്ജിൽ നിന്ന് ലീക്കായിട്ട് ടയർ കണ്ട ഫുള്ള് എയറും പോയി. അപ്പോൾ ഇനിയിപ്പോൾ കൊണ്ടുപോയി റിസ്ക് ആയതുകൊണ്ട് പിന്നെ സിബിയുടെ ടൈം കഴിഞ്ഞു. വർക്ക്ഷോപ്പ് ഞാൻ വണ്ടി തൽക്കാലത്തിനോട് ഫ്രണ്ടിൽ നിന്നിട്ടുണ്ട് വർക്ക്ഷോപ്പിൻ്റെ. ഇനി അത് സിബിയേട്ടൻ വന്ന് ടയർ അടിച്ചിട്ട് വണ്ടി കയറ്റിയിട്ടിട്ട് ടയർ അയച്ചു വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് അവസ്ഥ. ഇനി അത് ക്ലിയർ ആക്കണമെങ്കിൽ നാളെ പോയിട്ട് ആകെ വള്ളിയോട് വള്ളി. അപ്പോൾ ഞാൻ വണ്ടി വിട്ടിട്ട് ഞാൻ പോവാണ്. ഉബൈദിൻ്റെ വണ്ടിയിൽ പോവാണ് കേട്ടോ. 2 days later. നമ്മുടെ വണ്ടി ഫുള്ള് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വണ്ടി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ വണ്ടി എടുത്തുകൊണ്ടിരുന്ന വീഡിയോ ആഡ് ചെയ്യാഞ്ഞത് നമ്മൾ വണ്ടി രാത്രിയാണ് എടുത്തുകൊണ്ടുവന്ന് പിറ്റേ ദിവസമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. കാരണം വീൽസ് ഇട്ടിട്ട് ഞാൻ വണ്ടി കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ രാത്രി വന്നിട്ട് വീഡിയോ എടുക്കാഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ വെളിച്ചത്ത് കാണിച്ചാലാണ് ആ വീൽസിൻ്റെ ഒരു വൃത്തി. കാരണം വണ്ടി വീൽസ് ബ്ലാക്ക് ആയതുകൊണ്ടും വണ്ടി ബ്ലാക്ക് ആയതുകൊണ്ടും ആ ഒരു രാത്രി കാണിക്കുമ്പോൾ ആ വീൽസിൻ്റെ ലുക്ക് അറിയണില്ല. പക്ഷേ നേരിട്ട് കാണുമ്പോൾ നല്ല വൃത്തിയുണ്ട് കേട്ടോ വീൽ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കി, സൈലൻസർ ക്ലിയർ ആക്കി, ക്ലച്ച് ക്ലിയർ ആക്കി, അതുപോലെ വീൽസ് മാറ്റി. ഇനി നമുക്കുള്ളത് അലൈൻമെൻറ്റാണ്. അലൈൻമെൻറ്റ് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇതിലിടുന്ന ഒരു ബോൾട്ട് ഉണ്ടല്ലോ, ആ ബോൾട്ടിൻ്റെ ത്രെഡ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ മാറ്റിയിട്ടില്ല. അത് മാറ്റണം. അത് മാറ്റിയിട്ട് നമ്മൾ അലൈൻമെൻറ്റ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, വന്നിട്ടില്ല. ഏകദേശം ബുധൻ വ്യാഴമൊക്കെ ആയിട്ടാണ് വരുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതാണ് ഹോൾഡ് ചെയ്ത് നിർത്തിയേക്കാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാലിപ്പറിൻ്റെ ക്യാപ്പൊക്കെ ഫിക്സ് ചെയ്തിട്ട് നമുക്ക് അലൈൻമെൻറ്റ് ചെയ്യാം. അത് വേറെ വീഡിയോ ആയിട്ട് വരുന്നുണ്ട്, അതിന് വേണ്ടി വെയിറ്റ് ചെയ്തോ. ഓക്കെ, ഇതിന് വണ്ടീനെ ആ ഒരു വ്യൂ എങ്ങനെയെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് വണ്ടർ ആ ഒരു ലുക്ക് കേട്ടോ. സംഭവം വൃത്തിയൊക്കെ ഉണ്ട്. പക്ഷേ അത് ഏകദേശം ഒരു സ്പൂൺ വീൽസിൻ്റെ ഒക്കെ ഒരു ലുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ഒരു ഹൈറ്റാണ് കാണുന്നത് കേട്ടോ. ഈ ഒരു ഹൈറ്റിലാണ് നമ്മൾ ഡ്രൈവ് ചെയ്യാറ്. ഇനിയും ഫുൾ ഡ്രോപ്പിലേക്ക് പോവും. അപ്പോൾ കുറച്ചും കൂടി വൃത്തിയാവും. പിന്നെ മറ്റേ വീൽസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ വേറെ കളറായതുകൊണ്ട് നല്ലോടത്ത് കാണിച്ചായിരുന്നു. പിന്നെ അത് വേറെയാണ്, ഇത് വേറെയാണ്, അതിൻ്റെ വ്യത്യാസമുണ്ട്. ഇത് മാറ്റ് ബ്ലാക്ക് ആയതുകൊണ്ട് എടുത്ത് കാണിക്കില്ല. പിന്നെ ഈ സെയിം വീൽസ് തന്നെയാണ് നമ്മുടെ മസ്താങ്ങിൻ്റെ മുകളിലും കിടക്കുന്നത് കേട്ടോ. മസ്താങ്ങിൻ്റെ മുകളിൽ ഈ സെയിം തന്നെയാണ്. പക്ഷേ മസ്താങ്ങിൻ്റെ മുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെ വന്നിട്ട് ഗോൾഡും ബാക്കി സ്പോക്ക് വന്നിട്ട് മാറ്റ് ബ്ലാക്കും കേട്ടോ വരുന്നത്. പിന്നെ ആ ഒരു ഫ്ലവർ പോലത്തെ ഒരു നെട്ടാണ് വരുന്നത്. ആ നെറ്റ്സ് വന്നിട്ട് ഫുള്ള് സിൽവറാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മസ്താങ്ങിൻ്റെ വീൽസ് നല്ലോടത്ത് കാണിക്കും. അങ്ങനെ ഇതാണ് വണ്ടിയായിട്ടുള്ളൊരു ലുക്ക്. സംഭവം വൃത്തിയുണ്ട്. പക്ഷേ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് കാണുമ്പോൾ നല്ല വൃത്തിയുണ്ട് കേട്ടോ. സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ഒരു സ്പൂൺ വീലിൻ്റെ പോലത്തെ, അതായത് സ്പൂണിൻ്റെ വീല് കണ്ടിട്ടില്ലേ, സ്പൂണിൻ്റെ വീലിൻ്റെ ആ ഒരു ലുക്ക് ഉണ്ട് കേട്ടോ. ഈ ഒരു സൈഡിൽ നിന്നുള്ള പ്രൊഫൈൽ ഇതാണ്. അതല്ലേ, മാഷാ അല്ലാഹ്, അടിപൊളി. പിന്നെ നമ്മൾ ഏത് വീൽസ് എടുത്ത് കഴിഞ്ഞാലും നമ്മളെ ആകെ നോക്കണത് സ്ക്രാച്ച് ആവാതെ നോക്കുകയാണ് നമ്മൾ ചെയ്യാറ്. പക്ഷെ എങ്ങനെ നോക്കി കഴിഞ്ഞാലും സ്ക്രാച്ച് ആകാൻ ലോ പ്രൊഫൈൽ ടയറാണ്. കച്ചറുള്ള റോഡിൽ കൂടെ പോകുകയാണെങ്കിൽ കല്ലൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ കല്ല് മാറ്റിയിട്ട് സ്ക്രാച്ച് ഔട്ടാണ്. അപ്പോൾ വീൽസ് എടുത്തിട്ട് വർക്ക് കഴിഞ്ഞ് ഇറങ്ങി പിറ്റേ ദിവസം തന്നെ സ്ക്രാച്ചായി. ഞാൻ കാണിച്ചു തരാം. സ്ക്രാച്ച് ആവരുതേന്ന് പ്രവർത്തിച്ച് നടക്കുമ്പോൾ തന്നെ സ്ക്രാച്ചായി. ഈ റൗണ്ട് മൊത്തം സ്ക്രാച്ചാണ് കേട്ടോ. അതായത് ഈ ഡ്രോപ്പിലിട്ട് ഓടിക്കുമ്പോൾ സൈഡ് ചരിച്ചെടുക്കുമ്പോൾ വന്നിട്ടുള്ള സ്ക്രാച്ചും കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു സ്ക്രാച്ച് വരുന്നത് ഇതിൻ്റെ ഈ ഒരു എഡ്ജിൽ കയറിയിട്ട്, അതായത് ഈ ഒരു ടോപ്പിൽ കയറിയിട്ട് ഉരഞ്ഞിട്ട് വന്നിട്ടുള്ള സ്ക്രാച്ചാണ് ഈ കാണുന്നത്. ഈ റെഡ് വന്നിട്ട് നമ്മുടെ മുന്നേ ബോഡി പെയിൻറ്റ് റെഡായിരുന്നല്ലോ, റെഡ് കയറി പിടിച്ചേക്കാണ് കേട്ടോ.
അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ ഈ സ്ക്രാച്ച് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ആകെ ഒരു ഓപ്ഷൻ, ഇങ്ങനെയുള്ള സ്ക്രാച്ച് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ആകെ ഒരു ഓപ്ഷൻ ക്യാമ്പർ കിറ്റ് ഇടുകയാണ്. ബാക്ക് ക്യാമ്പർ കിറ്റ് ഇട്ട് കഴിഞ്ഞാൽ വീല് ഫുള്ളായിട്ട് ഉള്ളിൽ കയറും. അതല്ലെങ്കിൽ പിന്നെ ബോഡി വൈഡാക്കുക, അതാണ് ഓപ്ഷൻ ഉള്ളത്. അത് നമുക്ക് എന്തായാലും പിന്നീട് നോക്കാം. അതുപോലെ തന്നെ പിന്നെ എങ്ങനെ നോക്കി കഴിഞ്ഞാലും കല്ല് തട്ടും, അത് വേറെ കേസ്. കല്ല് തട്ടിയിട്ട് ഇവിടെയും ഈ വീൽസിൻ്റെ മുകളിലും സ്ക്രാച്ച് ആയിട്ടുണ്ട്. ഈ ഭാഗം കണ്ടോ, ഇത് കല്ല് തട്ടിയിട്ട് സ്ക്രാച്ച് ആയതാണ് കേട്ടോ. നമ്മൾ ഏത് വിധത്തിൽ നോക്കി കഴിഞ്ഞാലും സ്ക്രാച്ച് കിട്ടും. അതെല്ലാ വീൽസും അങ്ങനെ. കഴിഞ്ഞ വീൽസിലും സ്ക്രാച്ച് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കഴിഞ്ഞ വീൽസിൽ അറിയാത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കളറായതുകൊണ്ടാണ് വലിയ കാര്യമായിട്ട് അറിയാഞ്ഞത്. ഇനി അതൊന്ന് ഡ്രോപ്പ് ചെയ്ത് കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യണ ഹൈറ്റാണ്, ഇത് ഇനിയും താഴെ പോവും. ബാക്ക് ഡ്രോപ്പായി, ഫ്രണ്ടും ഡ്രോപ്പായി. ഫ്രണ്ട് ഡ്രോപ്പ് ആകുമ്പോൾ നമ്മുടെ ആ ഒരു ഫെൻഡറിൻ്റെ മുകളിൽ വന്നിട്ട് വൈഡാവുകയാണ് കാണുന്നത്. ഫെൻഡർ നന്നായിട്ട് വൈഡാവുന്നുണ്ട്. അതിനൊരു ഓപ്ഷൻ ഉള്ളത് ഫ്രണ്ട് ക്യാമ്പർ പ്ലേറ്റ് ഇട്ടാണ് ആകെ ഒരു ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ ഫ്രണ്ട് ക്യാമറ ആയി കഴിഞ്ഞാൽ ഉള്ളിൽ കയറി പോകും. അപ്പോൾ ഇങ്ങനെ വൈഡാവൺ ഇഷ്യൂ വരില്ല. അത് നമുക്ക് നോക്കാം, സമയമുണ്ടല്ലോ. ഇതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഇനി ഞാൻ സൗണ്ടും കൂടി കേൾപ്പിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരു കലപില സൗണ്ട് പോയിട്ടുണ്ട്. നിങ്ങൾക്ക് മുന്നുള്ള വീഡിയോയിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ജസ്റ്റ് ഒന്ന് കാല് കൊടുക്കാം. ആ ഒരു കലപില സൗണ്ട് പോയിട്ടുണ്ട്. പിന്നെ ഒരു എയറിൻ്റെ ഒരു സൗണ്ട് ബാക്കിൽ നിന്ന് വരുന്നുണ്ട്. അതൊക്കെ ആ ജോയിൻറ്റിലാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. നമുക്ക് പിന്നീട് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ അധികം സൗണ്ട് ആക്കണില്ല, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടീൻ്റെ ഉള്ളിൽ അവൻ ഉറങ്ങുകയാണ്. അപ്പോൾ അവനക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് സൗണ്ടും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുറഞ്ഞു. സൗണ്ടും കുറഞ്ഞു, സ്പീഡും കുറഞ്ഞൊക്കെ കുറഞ്ഞു. ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമുക്ക് അടുത്ത വീഡിയോ